ഇന്ന് ഞങ്ങള് പാറുവിന്റെയും ചിത്തുട്ടേന്റെയും വീട്ടിലേക്കായിട്ട് പോണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ പാറുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ചെറിയ രീതിക്ക് ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സാണ്. നല്ല അജ്രക് മെറ്റീരിയലിൽ ഫ്രണ്ടിൽ ഇതേ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇഷ ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ തേജപ്പൻ അട്ടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുത്തത്. പിന്നെ ഇതേ ഞാനും തേജും കൂടിയിട്ട് വേഗം ഇറങ്ങി വിളക്കൊക്കെ കൊളത്തിയിട്ട് ഞങ്ങൾ 6 മണിക്ക് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 6:30 അങ്ങ് പട്ടാമ്പിക്ക് ബസ് ഉണ്ട്. അപ്പൊ അതിന് പോവാന്നുള്ള പ്ലാനിൽ നമ്മളിതേ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിൻഷേട്ടൻ ഇന്ന് പാലക്കാടാണ് കേട്ടോ വർക്ക്. അതുകൊണ്ട് വിൻഷേട്ടൻ ജോലി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാനാട്ടോ പറഞ്ഞത്. അപ്പോഴേക്കും ഞങ്ങൾ ഇതേ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി സൈഡ് സീറ്റ് കിട്ടി. നല്ല അടിപൊളി മഴ ഉണ്ടായിരുന്നു കേട്ടോ. തേജ് തണുപ്പടിച്ചിട്ടാ തോന്നുന്നു. തേജ് ചെറുതായിട്ടൊന്ന് മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. പട്ടാമ്പി പുഴ ഉണ്ടല്ലോ നല്ല രീതിക്ക് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കൊല്ലത്തെയും പോലെ ഇതേ പാലം മുങ്ങാനുള്ള ചാൻസ് ആണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ വേഗം സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടുന്ന് നമ്മൾ വേറൊരു ബസ്സും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കരിമ്പുള്ളി ഇറങ്ങിയിട്ട് ഇത് അവിടേക്ക് അവരുടെ വില്ലേക്ക് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും കേട്ടോ പാറുവിൻ്റെ കുറച്ച് റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രേഖ ചേച്ചിയൊക്കെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ. പിന്നെ ഇവിടെ വെയിറ്റ് നോക്കണം മെഷീൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും വെയിറ്റ് നോക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. മാറി നോക്കുകയാണ് ഗൈസ്. ഞാൻ വണ്ണം വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ വണ്ണം വെച്ചെന്ന്. ശരിയാണ് ഗൈസ്, ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. 70 കിലോ ഉണ്ടായിരുന്ന ഞാൻ 74 കിലോയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ തേജും ഇവിടെ പിള്ളേരെ കൂടിയിട്ട് നല്ല കളി തുടങ്ങി കേട്ടോ. പക്ഷേ ഇവരുടെ കളി കുറച്ച് ഹൊറിബിൾ ആയിരുന്നു. കാരണം തല കുത്തി മറിഞ്ഞിട്ടൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ട്. നമ്മുടെ തേജുവിന് പിന്നെ തല കുത്താൻ അറിയാത്തതുകൊണ്ട് നോക്കി നിൽക്കണ്ടായിരുന്നുള്ളൂ. പിന്നെ വിൻഷേട്ട് ഇതേ ജോബ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് പാറുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എന്തോ വാങ്ങിയിട്ടാട്ടോ വന്നിരിക്കണം. പിന്നെ നമ്മൾ വിൻഷേട്ടൻ മാത്രമേ ലാസ്റ്റിലേക്ക് വരാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിൻഷേട്ടനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം കേക്ക് കട്ടിയുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കേക്കൊക്കെ ഇതേ വാങ്ങിക്കൊടുന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. പിള്ളേരിനൊക്കെ അവിടെ ഒതുക്കി പിടിച്ചിരുത്തി കേട്ടോ. പക്ഷേ കേക്ക് കട്ട് ചെയ്യേണ്ട നേരമായപ്പോൾ ഇവർ അവിടുന്ന് കൂട്ടുന്ന അഴിച്ചു വിട്ട കിളികളെ പോലെ വന്നിട്ട് ഇത് അപ്പുറത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇത് അവർ അങ്ങോട്ടും ഇത് പാറുവിൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഇതേ ചിത്തുട്ടേട്ടനും അങ്ങനെ എല്ലാവർക്കും ഇതേ കൊടുത്തു. അതിനുശേഷം ഇതേ കേക്കിന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇനി ഞങ്ങൾക്കൊക്കെ തരണ്ടേ. അവിടെ അത്യാവശ്യം ഞങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം പീസ് കിട്ടിയപ്പോൾ ഞാൻ വേഗം എൻ്റെ വായി തിരികെ കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയും നല്ല കച്ചമ്പറും നല്ല അടിപൊളി മാങ്ങച്ചാറും കേട്ടോ. അപ്പോൾ തേജും പിള്ളേർ സെറ്റും ഇതേ അടിയിലിരിക്കുക കേട്ടോ. അവരവിടെ നിലത്തിരുന്ന് അവർ കഴിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊട്ടിച്ചിട്ടേരോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതേ പാറു പോയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴിച്ചു. കുറച്ച് പേരായിട്ട് ചോദിക്കുന്നു പാറു ആരാണെന്ന്. പാറു ജിത്തുട്ടേട്ടനും നമ്മുടെ ഫ്രണ്ടാണ്. അതായത് ജിത്തുട്ടേട്ടനും വിൻഷേട്ടനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബേസിലുള്ള കമ്പനിയാണ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗം പോലെ തന്നെ ആയിട്ട് എല്ലാവരും അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.